ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി എന്നതിൻ്റെ 22ാമത്തെ ലെസണാണ്. ആക്ച്വലി നമ്മളിവിടെ 229ഓളം വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാർക്കറ്റിനെ ഒരു പാഷനോട് കൂടി കാണുകയും അതിൻ്റെ ഒപ്പം ഒരു നമുക്കൊരു എൻട്രി സെറ്റപ്പ് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? പല സമയങ്ങളിലായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല മോഡലിൽ നമ്മൾ മാർക്കറ്റിനെ നോക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സിമ്പിൾ അനലൈസിസും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു എൻട്രി മോഡൽ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഇതൊരു ഫൈനസ്റ്റ് ഫോം ഓഫ് എൻട്രി അല്ല, ദിസ് ഈസ് എ ബേസിക് ലെസൺ. എങ്ങനെയാണ് മാർക്കറ്റിന് ഓരോ എൻട്രി ഫോർമേഷൻ സെറ്റപ്പിലേക്ക് വരുമ്പോഴത്തേനും പല പല എൻട്രി ഫോർമേഷൻസ് ഞാൻ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്നത്? നമുക്കൊരു എൻട്രി ലോജിക് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ആ മാർക്കറ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാർക്കറ്റിൻ്റെ നരേറ്റീവ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ആ മാർക്കറ്റിൻ്റെ നരേറ്റീവ് അറിയണമെങ്കിൽ നമ്മളുടെ പോയിന്റ് ഓഫ് റെഫറൻസ് എവിടെയാണ്, നമ്മളുടെ എൻട്രിയുടെ റെഫറൻസ് എവിടെയായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു മാർക്കറ്റ് സ്ട്രക്ചർ, അല്ലേ? അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ടുള്ള എൻട്രി ലെവലിലേക്ക് നമുക്ക് ഈ 2 ഡയമെൻഷണൽ ചാർട്ടിലേക്ക് കൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, അല്ലേ? വാട്ട് ഈസ് ദ കറണ്ട് ഓഫ് ദ മാർക്കറ്റ്? ദാറ്റ് ഇസ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അല്ലേ? മാർക്കറ്റിൻ്റെ കറണ്ട് എന്താണ്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ കറണ്ട് നരേറ്റീവ് എന്താണ്? ഇതാണ് നമ്മൾ പഠിക്കുന്നത്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ. ലിക്വിഡിറ്റിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബേസിക്കലി നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറലി മാസസ് എവിടെയാണ് ഈ ഒരു ട്രേഡ് ഫോർമേഷൻ കാണുമ്പോഴത്തേനും അവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്, അല്ലേ? അപ്പം മാസസ് എന്ന് പറഞ്ഞാൽ അത് ജനറൽ പീപ്പിൾ എവിടെയാണ് അവരുടെ എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി ഒരു സ്വിംഗ് ലോ വരുമ്പോഴത്തേനും പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ബൈ, അല്ലേ? സ്വിംഗ് ലോയിൽ നിന്ന് ബൈ ചെയ്യുന്നു. സ്വിംഗ് ഹൈ വരുമ്പോഴത്തേനും സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരുന്നു, അല്ലേ? ദിസ് ഈസ് എ മെയിൻ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റിയെ മനസ്സിലാക്കുന്നത് മാസസ് എവിടെയാണ് എൻട്രി ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റിയുടെ ഫോർമേഷൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ബേസിക്കലി സ്വിംഗ് ലോയുടെ അവിടെ വരുമ്പോഴത്തേനും അവിടെ ലോട്ട് ഓഫ് ബയേഴ്സ് കാണും. സ്വിംഗ് ഹൈയുടെ അവിടെ മാർക്കറ്റ് വരുമ്പോഴത്തേനും ഒരു ട്രെൻഡിങ് മൂവിൽ സ്വിംഗ് ഹൈയുടെ അവിടെ വരുമ്പോഴത്തേനും അവിടെ ലോട്ട് ഓഫ് സെല്ലേഴ്സ് വിൽ ബി ദെയർ, അല്ലേ? ദിസ് ഈസ് എ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു മോഡലിനകത്ത് ഈ ബയേഴ്സും സെല്ലേഴ്സും ഓൾറെഡി പ്രസൻ്റ് ആണ്, അല്ലേ? സ്വിംഗ് ഹൈയുടെ സ്വിംഗ് ലോയുടെ അവിടെ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേനും ഈ സ്വിംഗ് ഹൈയുടെ അവിടെ വരുമ്പോഴത്തേനും ഓൾ ദ സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോസ് ദർ വിൽ ബി ലിക്വിഡിറ്റി, അല്ലേ? ബിക്കോസ് ലിക്വിഡിറ്റി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇവിടെ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ നാച്ചുറലി സെല്ലേഴ്സിന് അവരുടെ പൊസിഷൻ എടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ അവരവിടെ പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇതിന് മുകളിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും. സോ ദിസ് ഈസ് കോൾഡ് ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ താഴേക്ക് പ്രൈസ് സെല്ല് ചെയ്തതിന് ശേഷം താഴേക്ക് പ്രൈസ് വരുമ്പോഴത്തേനും ഇവിടെ സെല്ല് ചെയ്തു, 100 രൂപയ്ക്ക് സെല്ല് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഇവിടെ താഴേക്ക് വരുമ്പോഴത്തേനും 50 രൂപ വരുമ്പോഴത്തേനും താഴെ വരുന്നു, അല്ലേ? അപ്പം 100 രൂപയ്ക്ക് സെല്ല് ചെയ്തിട്ട് 50 രൂപയ്ക്ക് മേടിക്കുമ്പോൾ തിരിച്ച് കവർ ചെയ്യുമ്പോഴത്തേനും, അല്ല പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് കളയുമ്പോഴത്തേനും അവിടെയാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടുന്നതാണ്. 50 രൂപയ്ക്ക് മേടിച്ചു 100 രൂപയ്ക്ക് വിറ്റു, അല്ലേ? ആദ്യം നമ്മളുടെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. 100 രൂപയ്ക്ക് വിൽക്കുന്നു, 50 രൂപയ്ക്ക് താഴെ മേടിക്കുന്നു. അപ്പോൾ കൂടുതൽ വിലയ്ക്ക് വിറ്റിട്ട് കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്കത് പ്രോഫിറ്റബിൾ ആയിട്ട് വരും, അല്ലേ? അപ്പം ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ബൈയിങ് സൈഡ് എൻട്രി ആണെങ്കിലും ഇവിടെ നമ്മൾ 50 രൂപയ്ക്ക് മേടിച്ചു, ഇവിടെ പ്രൈസ് വരുമ്പോഴത്തേനും 100 രൂപയ്ക്ക് വന്നു. അപ്പോൾ 50 രൂപയ്ക്ക് മേടിച്ചു 100 രൂപയ്ക്ക് വിറ്റു, സെയിം തിങ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റബിൾ പൊസിഷനായി. അപ്പം ഇതാണ് നോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ബൈയിങ് സെല്ലിങ് നടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ 100 രൂപയ്ക്ക് വിറ്റു, ബൈ ചാൻസ് പ്രൈസ് ഇവിടെ നേരെ മുകളിലോട്ട് പോവുക. അപ്പോൾ എന്ത് ചെയ്യും? 100 രൂപ എന്നുള്ളത് ഇവിടെ വരുമ്പോഴത്തേനും 150 രൂപയായി. അപ്പം ഈ ഒരു ലോസ് 100 രൂപ എന്നുള്ളത് 150 രൂപ എനിക്ക് ബെയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഇതിൻ്റെ ഈ ഏരിയയുടെ മുകളിൽ ഈ പ്രൈസ് ഈ ഒരു സ്വിംഗ് ഹൈയുടെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ പൊസിഷൻ ഞാൻ ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യപ്പെടുന്ന ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയുടെ പ്രൈസ് 120 രൂപ ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് ട്രേഡിൽ നിന്ന് ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പോൾ ആ പ്ലേസ് ചെയ്യപ്പെടുന്ന ഓർഡേഴ്സിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ സെല്ലേഴ്സ് ആണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ സെല്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്നായിരിക്കും അതിന് പറയുന്നത്. സിമിലർലി നമ്മളിപ്പോൾ ബയേഴ്സ് ബൈ ചെയ്തതിന് ശേഷം പ്രൈസ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് മുകളിലേക്ക് പ്രൈസ് പോവുക എന്നുള്ളതാണ്. അപ്പം മുകളിലേക്ക് പ്രൈസ് പോകുന്നതിന് പകരം പ്രൈസ് നേരെ താഴോട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന ലോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ചെറിയൊരു ഡിസ്റ്റൻസ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ
രൂപയ്ക്ക് പ്രൈസിന് ബൈ ചെയ്തതിന് ശേഷം പ്രൈസ് ഇവിടെ ഒരു 45 രൂപ വരുവാണെങ്കിൽ ഞാൻ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും. ബിക്കോസ് ഐ ക്യാൻ ബെയർ ഓൺലി 5 റുപ്പീസ് ഇൻ എ ട്രേഡ് എന്ന് ഞാൻ ചിന്തിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു ബയർ എന്ന സമയത്ത് എനിക്ക് എൻ്റെ ലോസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേസ് ചെയ്യപ്പെടുന്ന ഓർഡറിനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സിനെ നമ്മൾ സെൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയുന്നു, ഇവിടെ അത് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട്. അപ്പം ബയേഴ്സ് ഫോഴ്സ്ഫുള്ളി ലോസ് ബുക്ക് ചെയ്യുന്ന ഓർഡറാണ് സെൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെല്ലേഴ്സ് അവരുടെ ലോസ് ബുക്ക് ചെയ്യുന്ന ഓർഡറാണ് ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേനും സെല്ലേഴ്സിൻ്റെ ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ബൈ സൈഡ് ലിക്വിഡിറ്റി ആൻഡ് ദിസ് ഈസ് കോൾഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി. പ്രീവിയസ്ലി നമ്മളൊരു ലെസൺ ഓൾറെഡി ഇവിടെ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എനിവേ, നൗ കൺസെപ്റ്റ് ഈസ് വെരി ക്ലിയർ, റൈറ്റ്? സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ പൊതുവെയുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഏത് സൈഡിലായിരിക്കും? സപ്പോസ് നമ്മൾ ഇവിടെ ഒരു ബോക്സ് ഡ്രോ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ബോക്സ് ഡ്രോ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഏരിയ ഓഫ് ട്രാൻസാക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും കൂടുതലും അതിനുള്ള ചാൻസ് എന്ന് പറയുന്നത്? ബിക്കോസ് ചാൻസ് എന്ന് പറയുന്നത്, അങ്ങോട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രാൻസാക്ഷണൽ ഫ്ലോ ഈസ് ടു കളക്ട് ദ ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ട്രാൻസാക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുക എന്നുള്ളത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എവിടെയാണ് ഏറ്റവും കൂടുതൽ ലാർജ് കളക്ഷൻ ഓഫ് ഓർഡേഴ്സ് സിറ്റിംഗ് ഏത് പ്ലേസിലായിരിക്കും? ഇവിടെയായിരിക്കും. ഈ സ്വിംഗ് ഹൈയുടെ മുകളിലും സ്വിംഗ് ലോയുടെ താഴെയാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഇരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത്. സോ മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ടു കളക്ട് ദ ലിക്വിഡിറ്റി എബവ് ദിസ് ഹൈ ആൻഡ് ഇറ്റ് വിൽ ടാർഗറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ അടുത്ത ലിക്വിഡിറ്റി പോയിന്റ്, റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? പ്രൈസ് ഇതിൻ്റെ താഴെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും. അതിനുശേഷം പ്രൈസ് വീണ്ടും ഈ വരുന്ന മൂവ്മെൻറ്റിൽ പ്രൈസ് പിന്നെ ഹൈസ് ആൻഡ് ലോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് നമ്മൾ നോക്കുന്നത്? ഇവിടെ ഒറിജിനൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റിയുടെ താഴെ എത്ര പ്രാവശ്യം പ്രൈസ് ട്രിഗർ ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എടുത്തിട്ട് പ്രൈസ് മുകളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാകാൻ തുടങ്ങും. സോ നമ്മളിവിടെ നോക്കുന്നത് ലാസ്റ്റ് വന്നിരിക്കുന്ന പുൾ ബാക്ക് ക്യാൻഡിൽ ഇതിനകത്ത് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ആ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ വന്ന് സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് മാത്രമേ പിന്നെ മാർക്കറ്റിന് ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ എന്ത് ലിക്വിഡിറ്റി പോയിൻ്റാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ കംപ്ലീറ്റ് ഡിസിഷൻ ഫ്രെയിമിംഗ് നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ എ ക്ലാസ് സെറ്റപ്പുകൾ പിന്നീടുള്ള ലെസൺസിൽ നമ്മൾ ഇനിയും റിഫൈൻ ചെയ്തിട്ട് പല പല എൻട്രി സെറ്റപ്പുകൾ കാണിച്ചു തരാൻ പറ്റും. സോ ഇതെല്ലാം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് അല്ല. വേറെ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ മോഡസ് ഓഫ് ഓപ്പറേഷൻ എന്നുള്ളതാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മോഡസ് ഓഫ് ഓപ്പറേഷനകത്ത് നമ്മൾ കറക്റ്റായിട്ട് അതിനെ ആ ഒരു ആംഗിളിൽ നോക്കി കാണുമ്പോഴത്തേനും യു ക്യാൻ നോ ദാറ്റ് വെയർ ടു ഗെറ്റ് ഇൻ ടു ഓർ നോട്ട്. മനസ്സിലായോ? ഒരു എൻട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് അന്നേരം മനസ്സിലാകാൻ തുടങ്ങും. സോ മാർക്കറ്റ് വിൽ ബി ടാർഗറ്റിംഗ് നെക്സ്റ്റ് സ്വിംഗ് ഹൈ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ജനറൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിച്ചത് ലിക്വിഡിറ്റി ഏറ്റവും കൂടുതൽ റെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏരിയ ഏതാണ്? ഈ സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും ആണ്. അങ്ങോട്ടെല്ലാം മാർക്കറ്റിൻ്റെ ഓർഡേഴ്സ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ട്രാൻസാക്ഷണൽ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ കറണ്ട് ആ ഒരു ഓർഡേഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ്. സോ ഇറ്റ് വിൽ ടേക്ക് ദ ലിക്വിഡിറ്റി ഹിയർ, ദെൻ ഇറ്റ് വിൽ ടാർഗറ്റ് ദ ലിക്വിഡിറ്റി ഹിയർ. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ബേസിക്കലി ഈ ഒരു സ്ട്രക്ചറിനെ വീണ്ടും ഒന്നും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ സ്കീമാറ്റിക് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദർ ആർ 3 ടച്ചസ് ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ വരുമ്പോഴത്തേനും ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 2 ടച്ചസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? 1 ടൈം 2 ടൈം. സോ നമ്മളുടെ റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് എന്താണ് ഇവിടെ പറയുന്നത്? സോ ഇങ്ങനെ മാർക്കറ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈക്വൽ ലോസ് ആർ ഫോംഡ്, ഈക്വൽ ഹൈസ് ആർ ഫോംഡ്, ദാറ്റ് ഇസ് കോൾഡ് സപ്പോർട്ട് ഏരിയ, അല്ലെങ്കിൽ ഈക്വൽ ഹൈസ് ആർ ഫോംഡ്, ഇറ്റ്സ് കോൾഡ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നു അല്ലേ? അപ്പം മില്യൺസ് ഓഫ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് അവർ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്ത് ഒത്തിരി ആൾക്കാരും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും സോ വെയർ ഇസ് എ ലിക്വിഡിറ്റി ഹിയർ ഇൻ ദിസ് പോയിന്റ്? ഈസ് എ ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ഇൻ ദിസ് പോയിന്റ്? നോ, എക്സാക്ട്ലി നോട്ട് ഇൻ ദിസ് പോയിന്റ്. സോ ലിക്വിഡിറ്റി ഈസ് ജസ്റ്റ് ബിലോ ദ സ്വിംഗ് ലോസ് ആൻഡ് സ്വിംഗ് ഹൈസ് അല്ലേ? അപ്പം അതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചിട്ട് റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അവർ ദേ വിൽ ബി പ്ലേസിംഗ് ദെയർ ബൈ ഓർഡേഴ്സ് ഹിയർ ആൻഡ് ദേ വിൽ ബി ടാർഗറ്റിംഗ് the resistance area. Okay, now ഇതായിരിക്കും അവരുടെ ഏരിയ എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് ഫോർമേഷൻ
ട്രേഡ് ചെയ്യുന്നവർ എന്താണ് പറയുക, അവരിവിടെ ഓർഡർ പ്ലേസ് ചെയ്യപ്പെട്ടതിന് ശേഷം ദേ വിൽ ബി ടാർഗറ്റിംഗ് ദ സപ്പോർട്ട് ഏരിയ. സോ ഇങ്ങനെയാണ്. അപ്പം മില്യൺസ് ഓഫ് ഓർഡേഴ്സ് ആർ ബീങ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ എബവ് ദ ഹൈസ് ആൻഡ് ബിലോ ദ ലോസ്. ഓക്കെ. അപ്പം അവിടെയെല്ലാം നോർമൽ ഓർഡേഴ്സും പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പം ഓൾ ദ 4 ഡിഫറെൻറ്റ് രീതിയിലുള്ള ഓർഡർ പ്ലേസ്മെൻറ്റ് മെക്കാനിസമാണ് ഈ ഒരു ഏരിയയിലേക്ക് നാച്ചുറലി വരുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു സിമ്പിൾ സ്കിമാറ്റിക് വെച്ചിട്ട് മെനി ഒത്തിരിയധികം ആൾക്കാരും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നാരേറ്റീവ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ വി വിൽ ബി ഫോക്കസിങ് ഓൺ ദിസ് ഹാസ് ടു ബി ടാർഗറ്റഡ്. ഓക്കെ, ദിസ് ലിക്വിഡിറ്റി ഈസ് ബീങ് ടേക്കൺ, ദെൻ വി വിൽ ബി ടാർഗറ്റിംഗ് ദ റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, നൗ ഓർ അല്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ ട്രേഡിങ്ങിൻ്റെ ഒരു മെത്തഡോളജിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വി വിൽ ബി ഫോക്കസിങ് ഓൺ ദിസ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് ഇതിന് മുകളിൽ ട്രേഡ് ചെയ്തതിന് ശേഷം വി വിൽ ബി ടാർഗറ്റിംഗ് ഓൺ ദ സപ്പോർട്ട് ഏരിയ. ഇതായിരിക്കും നമ്മളുടെ ലിക്വിഡിറ്റി കൺസെപ്റ്റിലുള്ള ട്രേഡിങ്ങിൻ്റെ മോഡൽ, എൻട്രി മോഡലിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ ലിക്വിഡിറ്റി ടു ബി ടേക്കൺ. ഏതെല്ലാം മാർക്കറ്റിൻ്റെ സ്കീമാറ്റിക് ആണെങ്കിലും നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, വെൻ ദ മാസസ് ആർ ക്ലിയർഡ് ഔട്ട് യു വിൽ ബി ഗെറ്റിംഗ് റെഡി ഫോർ ദ എൻട്രി എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ഇൻ ബിറ്റ്വീൻ നമ്മൾ എൻട്രി ചെയ്യരുത്. സോ ഇൻ ബിറ്റ്വീൻ നമ്മൾക്ക് എൻട്രി ചെയ്യണമെങ്കിൽ, ഇൻ ബിറ്റ്വീൻ നമുക്ക് സ്കാൽപ്പിംഗ് എൻട്രീസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആ ഒരു സിസ്റ്റം നിങ്ങൾ തന്നെ ഓരോരുത്തരും ഡെവലപ്പ് ചെയ്തതിന് ശേഷം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ റീപ്ലൈ ബട്ടൺ ഇവിടെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എത്ര പ്രാവശ്യം ഇവിടെ നിന്ന് ഈ ഹൈ ലോസും നമ്മൾ സ്വീപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് എത്ര പ്രാവശ്യം നമുക്ക് വിൻ റേഷ്യോ ഉണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അതർവൈസ് നമ്മളുടെ എൻട്രി മോഡൽ പ്രകാരം ഈ ഒരു ലിക്വിഡിറ്റി ക്ലിയറിങ്ങിന് ശേഷം മാത്രമായിരിക്കണം നമ്മളുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. സോ നമ്മളുടെ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ബേസ് ചെയ്തിട്ടും ലിക്വിഡിറ്റിയെ ബേസ് ചെയ്തിട്ടും ഈ 2 കാര്യങ്ങളെ നമ്മൾ ബേസ് ചെയ്തിട്ടും നമ്മളൊരു എൻട്രി സെനറിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സോ മാർക്കറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ലോവർ ലോസ്, അല്ലേ? ലോവർ ലോസ്, ബ്രേക്കപ്പ് സ്ട്രക്ചർ, ലോവർ ലോസ്. അപ്പം ദിസ് ഈസ് കോൾഡ് ലോവർ ലോ ആൻഡ് ലോവർ ഹൈ. അപ്പം ലോവർ ലോ ആൻഡ് ലോവർ ഹൈ, അഗെയിൻ ഇവിടെയും ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. നൗ ലോവർ ഹൈ അല്ല, ആക്ച്വലി ദിസ് ഈസ് ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മാർക്കറ്റിൽ, അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മളിവിടെ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈക്വൽ ഹൈസ് വിൽ ബി ടേക്കൺ. അതാണ് മാർക്കറ്റിൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പം ഈക്വൽ ഹൈസ് വിൽ ബി ടേക്കൺ എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് നമുക്ക് എൻട്രി ഫോർമേഷൻ വരുമ്പോഴത്തേനും ആക്ച്വലി നമ്മൾ ഈ ഒരു എൻട്രിയിൽ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോഴത്തേനും യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ എൻട്രി, യു ക്യാൻ എക്സിറ്റ് ടാർഗറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ പല സമയങ്ങളിലും നമുക്ക് ചാർട്ടിനകത്ത് ഈ ഒരു ഫോർമേഷൻ കാണാൻ പറ്റും വളരെ ഇതായിട്ട്. ബിക്കോസ് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് പെട്ടെന്ന് വന്ന് ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് ഓർഡേഴ്സ് ആർ ബീങ് പ്ലേസ്ഡ് ഹിയർ. സെല്ലോഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും. സോ ഇറ്റ് വിൽ ബി കളക്റ്റഡ്. അപ്പം അതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് പ്രൈസ് ആക്ഷൻ ബുള്ളിഷ് മൊമെൻറ്റത്തിലേക്ക് വരും. അപ്പം ബുള്ളിഷ് മൊമെൻറ്റത്തിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ടത് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി ഇങ്ങനെ ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് മേ ബി താഴോട്ട് വരുമ്പം മേ ബി ദിസ് ഇസ് ഇങ്ങനെ വരുമ്പോഴത്തേനും മേ ബി ഇവിടെ ഒരു 3 ക്യാൻഡിൽ സെറ്റപ്പ് ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇങ്ങനെ 3 ക്യാൻഡിൽ വൺ ആഫ്റ്റർ അനദർ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ പ്രൈസിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് ബൈയിങ് സൈഡിലേക്കാണ് എന്നുള്ളതാണ്. ഈ 3 ക്യാൻഡിൽസ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കൺസിക്യൂട്ടീവ്ലി ക്ലോസ് ചെയ്യപ്പെട്ട ഗ്രീൻ ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതാണ്. ബിക്കോസ് അവിടെ ബൈയിങ് മൊമെൻറ്റം ട്രിഗർ ചെയ്ത് കാണിക്കുകയാണ്. സോ വെൻ ദേ ആർ ഷോയിങ് യു ബൈയിങ് മൊമെൻറ്റം ഇമ്മീഡിയറ്റ്ലി യു എക്സ്പെക്ട് എ സെൽ ഓഫ്. അതെന്തിനാണ്? സെൽ ഓഫ് വരുമ്പോഴത്തേനും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് നേരെ താഴോട്ട് ഇങ്ങനെ റിവേഴ്സിൽ വരും. അപ്പം റിവേഴ്സിൽ വരുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ടത് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പോയിന്റിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് കാണുകയും ചെയ്യുമ്പോഴത്തേനും യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ എൻട്രി, ടാർഗറ്റ് ഹിയർ, എക്സിറ്റ്. അതാണ് ഒരു ബൈയിങ് മോഡൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ലിക്വിഡിറ്റി പോയിൻ്റാണ് നമ്മൾ എപ്പോഴും ഇവിടെ നോക്കിയിരിക്കേണ്ടത്. ബിക്കോസ് ഈ ലെഫ്റ്റ് സൈഡിലെ പോയിന്റ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണോ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻ എ ഡിഫറെൻറ്റ് ഫാഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യപ്പെടുന്നത്? നൗ പ്രൈസ്
മുകളിലേക്ക് പോകുന്നു. ഓക്കെ, ഞാനിത് പ്രീവിയസ്ലി ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. പ്രൈസ് മുകളിലേക്ക് പോയതിന് ശേഷം വീണ്ടും പ്രൈസ് താഴേക്ക് വരുന്നു. സോ ലിക്വിഡിറ്റി ഈസ് ടേക്കൺ വൺ ടൈം. ദെൻ ഈ പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്, ഈ ലിക്വിഡിറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്? അല്ല, വെറാസ് ഇറ്റ് ഈസ് മിറ്റിഗേറ്റിംഗ്, ആക്ടിവേറ്റിംഗ് ദ ഓർഡേഴ്സ്. ഇവിടെ കിടക്കുന്ന ഓർഡേഴ്സിനെ മൂന്നാമത്തെ പ്രാവശ്യം ഇറ്റ് ഈസ് ആക്ടിവേറ്റിംഗ് അല്ലേ. ഫസ്റ്റ് ടൈം ഇത് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദെൻ സെക്കൻഡ് ടൈം ലിക്വിഡിറ്റി ഈസ് ടേക്കൺ. ഈ ഒരു സ്വീപ്പിന് ലിക്വിഡിറ്റി എടുത്തു. സോ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം പ്രൈസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടൈം ഇത് ആദ്യം താഴോട്ട് വരുവാണല്ലോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇത് താഴോട്ട് വരുമ്പോഴത്തേനും ഇവിടുത്തെ ലിക്വിഡിറ്റി ഒരു പ്രാവശ്യം എടുത്തു. അതിനുശേഷം ഇവിടെ വീണ്ടും പെൻഡിങ് ഓർഡേഴ്സ് ഇവിടെ കിടപ്പുണ്ട്. സോ ഇറ്റ് ഹാസ് ടു ബി ആക്ടിവേറ്റഡ് അഗെയിൻ അല്ലേ. അപ്പോൾ പ്രൈസ് നേരെ മുകളിലേക്ക് വന്നു. സോ ഇവിടെ ഒരു പ്രാവശ്യം ലിക്വിഡിറ്റി എടുത്തു. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക്, ഈ പ്രൈസ് ഇവിടെ ക്രോസ് ചെയ്യുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, ഈ കിടക്കുന്ന ഓർഡേഴ്സിൻ്റെ അവിടെ കിടക്കുന്ന ഓർഡേഴ്സ് വീണ്ടും മിറ്റിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ കിടക്കുന്ന പെൻഡിങ് ഓർഡേഴ്സ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഇവിടെ. അപ്പം ദിസ് ഈസ് എ പോയിന്റ് ഓഫ് ആക്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് നേരെ ആക്ടിവേഷന് വേണ്ടിയിട്ട് വീണ്ടും പോകുന്നു. സോ പ്രൈസ് നെക്സ്റ്റ് ടൈം താഴോട്ട് വരുമ്പോഴത്തേനും സെക്കൻഡ് ടൈം ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ടിങ് ഫോർ ദ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇങ്ങനത്തെ ആക്ടിവിറ്റി കാണുമ്പോൾ സോ പ്രൈസ് ഇസ് ലിക്വിഡേറ്റിംഗ്, മിറ്റിഗേഷൻ, ലിക്വിഡേഷൻ. നൗ തേർഡ് ടൈം വെൻ ദ പ്രൈസ് ഇസ് കമ്മിങ് ആൻഡ് ലിക്വിഡേറ്റിംഗ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, തേർഡ് ടൈം വരുമ്പോഴത്തേനും ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം. സോ തേർഡ് ടൈം ഇസ് ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് ദ മാർക്കറ്റ് വിൽ ടേക്ക് എ യു ടേൺ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ നമുക്ക് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ ഫോർമേഷൻ കാണാൻ പറ്റുമല്ലോ. സോ അതാണ് വേരിയസ് കൺസെപ്റ്റുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നതാണ്. അപ്പം ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ മിറ്റിഗേഷൻ വൺ ടൈം ലിക്വിഡേഷൻ അപ്പോൾ അതിന് ഓപ്പോസിറ്റ് കൗണ്ടർ ഓർഡേഴ്സ് ഇങ്ങോട്ട് വരുവാണ്, മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് വരുവാണ്. സോ സിസ്റ്റം ഈസ് ഈ ഓർഡർ പ്ലേസ്മെൻറ്റ് മെക്കാനിസത്തിൽ ഈ സിസ്റ്റം ഈസ് മേക്കിംഗ് ഇറ്റ് റെഡി ഫോർ ദ ഓർഡേഴ്സ് ടു ബി കളക്റ്റഡ്. മനസ്സിലായോ? സിംപ്ലി ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല സിസ്റ്റത്തിൽ. ബിക്കോസ് നമ്മളെല്ലാവരും പ്ലേസ് ചെയ്യപ്പെടുന്ന ഓർഡർ എന്ന് പറയുന്നത്, റീറ്റെയിലേഴ്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ് സിസ്റ്റത്തിലേക്ക് വരുന്നത്, ഇറ്റ് ഹാസ് ഗോട്ട് എ ട്രിഗർ പ്രൈസ് അല്ലേ. ഈ പ്രൈസിൽ ട്രേഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം എൻ്റെ ഓർഡർ ആക്ടിവേറ്റ് ചെയ്യാവുള്ളൂ എന്നാണ് നമ്മൾ കൊടുക്കുന്ന കമാൻഡ്. സോ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്. അപ്പോൾ ആ പ്രൈസിൽ ട്രേഡ് ചെയ്തു, പക്ഷേ നമ്മുടെ ഓർഡർ ആക്ടിവേറ്റ് ആകുന്നില്ല. ബിക്കോസ് എന്താണ്, അപ്പോൾ പ്രൈസ് ട്രേഡ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് മൂവ്മെൻറ്റിലാണ് അത് ഇത് വരുന്നത്. അപ്പോഴത്തേനും പ്രൈസ് മേ ബി യൂട്ടേൺ എടുത്ത് അതിൻ്റെ എതിർ ദിശയിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മളുടെ പെൻഡിങ് ഓർഡേഴ്സ് പിന്നെ അവിടെ വന്ന് കിടക്കുകയാണ്. സോ മിറ്റിഗേഷൻ, കളക്ഷൻ, ദെൻ അഗെയിൻ ലിക്വിഡേഷൻ. സോ സെക്കൻഡ് ടൈം ആൻഡ് തേർഡ് ടൈം, ദെൻ ഇറ്റ് ഈസ് ലിക്വിഡേറ്റിംഗ് തേർഡ് ടൈം. സോ ലിക്വിഡേറ്റിംഗ് മീൻസ് വാട്ട്? സോ ഇങ്ങനെ വന്നു. ദിസ് ഈസ് എ ഒറിജിനൽ പോയിന്റ് ഓഫ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. സോ വൺ ടൈം ലിക്വിഡേഷൻ, താഴോട്ട് വരുന്നതെല്ലാം ലിക്വിഡേഷൻ ആണ്. ഓക്കെ, നോ സെക്കൻഡ് ടൈം ഇറ്റ് ഈസ് മിറ്റിഗേഷൻ, ദെൻ പ്രൈസ് അഗെയിൻ താഴോട്ട് വരുന്നു. ഇത് വൺ ടൈമായി, ഇത് ടു ടൈമായി, അഗെയിൻ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ വീണ്ടും അഗെയിൻ പ്രൈസ് താഴേക്ക് വരുന്നു. സോ ദിസ് ഈസ് എ തേർഡ് ടൈം. സോ തേർഡ് ടൈമിൻ്റെ സമയത്ത് വരുമ്പോഴത്തേനും നമുക്ക് പല പല ആക്ടിവിറ്റീസ് ഇവിടെ കാണാൻ പറ്റും. മേ ബി ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം പ്രൈസ് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ പൊസിഷൻ നമ്പർ 2 സ്വീപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ 2 സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് എ ബെറ്റർ പോസിബിലിറ്റി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ പെൻഡിങ് ഓർഡേഴ്സിൻ്റെ കളക്ഷൻ്റെ പോയിന്റിലെ ലിക്വിഡേഷൻ പോയിന്റ് എത്രയാണെന്ന് നമ്മൾ നോക്കിയിരിക്കുകയാണ് ഇവിടെ. ഇതപ്പോൾ ഇത് 3 ആയിരിക്കുകയും നമ്മളുടെ ഈ ഒറിജിനൽ പോയിന്റ് ഓഫ് റെഫറൻസിൻ്റെ ലിക്വിഡേഷൻ 3 ആയിരിക്കുകയും സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ സെക്കൻഡ് പൊസിഷൻ സ്വീപ്പ് ചെയ്യുന്ന മൂവ്മെൻറ്റുമാണ് നമ്മൾ കാണുന്നതെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ആൻ എൻട്രി ഇമീഡിയറ്റ്ലി. ഈ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈക്വൽ ഹൈസ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി ടാർഗറ്റഡ്. മനസ്സിലായോ? അപ്പം ഇതാണ് അതിൻ്റെ എൻട്രി മോഡൽ എന്ന് പറയുന്നത്. അപ്പം ഈ എൻട്രി മോഡലിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് താഴെ പ്രൈസ് മിറ്റിഗേഷൻ വരുമ്പോഴത്തേനും യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി ബിക്കോസ് ദർ ഇസ് ഈക്വൽ ഹൈസ് ആർ ഫോംഡ് അല്ലേ. സോ ഇറ്റ് വിൽ ബി ടാർഗറ്റഡ് ഇൻ ദ സെൻസ് ഇതിൻ്റെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇവിടം വരെ വരും. പ്രൈസ് ഈ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ വരെയും വരും. പക്ഷേ ഇവിടെ വേറൊരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയയ്ക്കകത്ത് കുറേ അധികം കാര്യങ്ങളും കൂടെ നമുക്ക് ക്ലബ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് ഇനീഷ്യൽ പോയിന്റ്, അതായത് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇനീഷ്യൽ പോയിന്റ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇവിടെ ട്രിഗർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, നമ്മളത് മിറ്റിഗേഷൻ മൂവ്മെൻ്റ് ആണോ അതോ ഒരു സിംഗിൾ ക്യാൻഡിലാണോ ഇത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഏരിയയിൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് സബ്സീക്വൻറ്റ് ലെസൺസ് എൻട്രി റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ് പുതിയ തുടങ്ങുന്നുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ദിസ് ഈസ് എ ബേസിക് കൺസെപ്റ്റ്. അപ്പം നമ്മൾ സ്മോൾ തിങ്സ് ഫസ്റ്റ്, ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകും. അപ്പം
പ്രൈസ് ഇതിന് മുകളിൽ ലിക്വിഡിറ്റി പോയിന്റിനകത്ത് മുകളിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത് ഇവിടെ നിന്ന് പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്ട്രക്ചറൽ ഷിഫ്റ്റ് നടന്നിരിക്കുന്നു അല്ലേ. സ്ട്രക്ചറൽ ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ വന്നിട്ട് മേ ബി ഈ പ്രൈസ് നേരെ തിരിച്ച് യൂ ടേൺ എടുത്ത് ഇങ്ങനെ പോവുകയല്ലെന്ന് എന്താണ് നമ്മൾ അങ്ങനെ പറയാൻ, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? ഇങ്ങനെ തിരിച്ച് കയറി പോവുകയല്ല എന്ന് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ? മനസ്സിലായോ? അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ പോകാൻ മേല? വേറെ ഇത് നേരെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഇറ്റ് വിൽ ബി ടാർഗറ്റിംഗ് ഈ ഒരു ലോ ടാർഗറ്റ് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പം എന്തുകൊണ്ട് ബിക്കോസ് ഇവിടെ സ്ട്രക്ചറൽ ഷിഫ്റ്റ് നടന്നു, അതിനുശേഷം പ്രൈസ് നേരെ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും അല്ലെങ്കിൽ ഇവിടെ ഒന്നും കൂടെ വന്നതിന് ശേഷം ഒരു യൂ ടേൺ എടുത്തിട്ട് പ്രൈസ് മുകളിലേക്ക് പോവുകയല്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ബിക്കോസ് ഇവിടുത്തെ ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഇവിടെ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ലിക്വിഡിറ്റി പോയിന്റ്സ് ആർ എൻജിനീയർഡ്, റൈറ്റ്? ദിസ് ഈസ് എ പർപ്പസ്ഫുൾ സെറ്റപ്പ്. ഡീലിംഗ് റേഞ്ച്, ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ച് ഈസ് ബീങ് ക്രിയേറ്റഡ് ദെയർ. സോ അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, ഇങ്ങനത്തെ സെറ്റപ്പിനകത്ത് പ്രൈസ് വിൽ ബി ബ്രേക്ക് ഔട്ട് നടത്തും. ആ പ്രൈസിൻ്റെ മുകളിൽ ബ്രേക്ക് ഔട്ട് നടത്തും. ബ്രേക്ക് ഔട്ട് നടത്തിയതിന് ശേഷം 95% ഓഫ് ദ ടൈം ഇറ്റ് വിൽ ഫെയിൽ. ആൻഡ് ഇറ്റ് വിൽ ഫെയിൽ ഇൻ ദ സെൻസ് ഈ ഒരു ഏരിയയിൽ വന്ന് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും ഉള്ളൂ പ്രൈസ് വരത്തുള്ളൂ. മനസ്സിലായി? അപ്പം ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3 കൺസെപ്റ്റുകൾ വേറെ ഇതിനകത്ത് ക്ലബ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ക്ലബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഏരിയ നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ ഹൈയും ഈ ലോയും കൂടെ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ലോയും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എത്ര ശതമാനം സപ്പോസ് ഇതിങ്ങനെയാണെന്ന് വിചാരിച്ചു, എത്ര ശതമാനം മിറ്റിഗേറ്റഡ് മൂവ്മെൻ്റ് ആണ് വരുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇവിടുത്തെ ഈ ഫിബ് റേഞ്ചിൻ്റെ മെത്തഡോളജി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയധികം കൺഫ്യൂഷൻ ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെക്ചർ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ബിക്കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലിക്വിഡിറ്റി പോയിന്റ്സ് എവിടെയാണ് ക്ലിയർ ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കയറി എൻട്രി ഫോർമേഷനിലോട്ട് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് കുറേ അധികം കാര്യങ്ങൾ എൻട്രി ഫോർമേഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ബിക്കോസ് അതിനകത്ത് കുറേ അധികം ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലബ്ബ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ എൻട്രി ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ, ക്ലിയർ ആയിട്ട്. മനസ്സിലായി? എല്ലാ എൻട്രിയും കയറി എൻട്രി എടുക്കുക എന്നുള്ളതല്ല. ബിക്കോസ് ആ ഒരു സീരീസ് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും എന്താണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ, എന്താണ് അതിനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകും. അപ്പം നമുക്ക് ഇതിനകത്തെ ബൈ സൈഡും സെൽ സൈഡും ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റ്, ഈ ഒരു മാർക്കറ്റിൻ്റെ കറക്ഷണൽ മൂവ് ഇല്ലാതെ എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്താക്കുന്നത്? ഇത് മിറ്റിഗേറ്റഡ്, ഇതിലൊരു 50% ഈ സ്ട്രക്ചർ മിറ്റിഗേറ്റഡ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇവിടുത്തെ നമ്മളുടെ 51% ഒരു 61% നമ്മൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ മിറ്റിഗേറ്റഡ് അല്ലെന്ന് വിചാരിച്ചു, ഇപ്പം ഇതിപ്പോൾ 50% കറക്ഷൻ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മളത് കണ്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും എൻട്രി എടുക്കുന്നത്. അപ്പോൾ സപ്പോസ് ഇവിടെ വന്നു ഈ ഒരു 50%-ന് താഴെ ഈ മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് ഈ ലെഗിൽ വന്നിട്ടില്ലെന്ന് വിചാരിക്കുക. സോ ഇതിൻ്റെ കംപ്ലീറ്റ് മൂവ്മെൻറ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ നോക്കുവാണെങ്കിലും ഇവിടം തൊട്ട് ഇവിടം വരെ നോക്കുവാണെങ്കിലും 50% പ്രൈസ് റിട്രേസ്മെൻറ്റ് മുകളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കംപ്ലീറ്റ് ലെഗിൻ്റെ 61%-ന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പം യു വിൽ ബി സ്റ്റാൻഡിങ് ഇൻ പ്രീമിയം റേഞ്ച് എന്ന് പറയാൻ പറ്റും സെല്ലിംഗ് സൈഡിലേക്ക് എൻട്രി നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ സെല്ലിംഗ് സൈഡിലേക്ക് എൻട്രി നോക്കുമ്പോൾ നമ്മളിവിടെ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whether there is internal liquidity structure is being created or not, then it will be taken, it will be targeted for sure. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് എടുത്ത് നോക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം അതിനകത്ത് ഞാനൊരു സ്ട്രക്ചർ കാണിച്ചു തരാം. സോ നമ്മളുടെ എൻട്രി പ്രകാരം നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു കൺസിസ്റ്റൻറ്റ് ഫോളാണ് ഇവിടെ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടോ? അപ്പോൾ ഇവിടുന്ന് താഴെ വന്നു, ഇവിടെ ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തു, അതിനുശേഷം പ്രൈസ് നേരെ വീണ്ടും താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പം നമ്മൾ ബൈയിങ് പ്ലാനിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആണെന്ന് വിചാരിക്കും. ബിക്കോസ് മാർക്കറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ബൈയിങ് പ്ലാനിലേക്കാണ് നമ്മളുടെ നോക്കുന്നതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നല്ല ബെസ്റ്റ് എൻട്രീസ് നമുക്ക് ബൈയിങ് പ്ലാനിലേക്കും സെല്ലിംഗ് പ്ലാനിലേക്കും നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കൺസിസ്റ്റൻറ്റ് ഫോള് താഴോട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും വീണ്ടും സെല്ലിങ്ങിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേനും എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ നോക്കുക? ഇവിടെ വന്നതിന് ശേഷം ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഞാൻ മുമ്പേ പറഞ്ഞ അതേ സെനാരിയോയിൽ. അപ്പം ഈ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും റേഞ്ച് ചെയ്തു, ഇവിടെ ഈക്വൽ ഹൈസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഈക്വൽ ഹൈസ് വീണ്ടും ഒരു സ്വീപ്പ് നടത്തി ഇവിടെ എടുത്തു. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം ഈക്വൽ ഹൈസ്
ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അത് ഓൾറെഡി ഈക്വൽ ഹൈസിന് മുകളിൽ ഒരു സ്വീപ്പേ ഉള്ളൂ, എങ്കിൽ പോലും ഇവിടെ വീണ്ടും അതൊരു ഈക്വൽ ഹൈസ് പോലെയാണ് നിൽക്കുന്നത്. വീണ്ടും പ്രൈസ് അതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യുന്നുണ്ടോ ഇവിടെ. അപ്പോൾ പ്രൈസ് ട്രേഡ് ചെയ്ത് മുകളിലേക്ക് പ്രൈസ് ഈ 2-3 ക്യാൻഡിലും മുന്നോട്ട് കയറി വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം 3 മിനിറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേനും ഫിബിൻ്റെ റേഞ്ചിൽ വെച്ച് നമ്മൾ നോക്കുമ്പം നമ്മളൊരു 61.8 സംതിങ് ആണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഒരു പ്രീമിയം റേഞ്ച് എന്ന് പറയുന്നത്. സോ ഈ പ്രീമിയം റേഞ്ച് ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പ്രൈസ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ഇങ്ങനെ വരുവാണെന്ന് വിചാരിച്ചോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ലെക്ചേഴ്സ് ഉണ്ട്, ഞാനത് പിന്നീട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അറിയണ്ട. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം ഞാനൊരു ഫൗണ്ടേഷൻ ഇട്ട് പോകുന്നതേ ഉള്ളൂ. സോ പ്രൈസ് ഇങ്ങനെ വരുന്നു, ഇത് ഒരു വന്നു, പ്രൈസ് ഇങ്ങനെ വന്നു, വീണ്ടും പ്രൈസ് ഇങ്ങനെ വന്നു, പ്രൈസ് ഇവിടം വരെ വന്നുള്ളൂ, വീണ്ടും പ്രൈസ് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. അപ്പം ഇതൊരു എന്നാ പറയുന്നത്, ബെയറി സ്ട്രക്ചറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ. അപ്പം ഈ ബെയറി സ്ട്രക്ചറിൽ മാർക്കറ്റ് നിൽക്കുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് ഫിബ് വരച്ച് നോക്കുക, ഏതാ ഈ ലോ വരെ, ഈ ലോ വരെയും വെച്ച് നോക്കുമ്പോഴത്തേനും ഇതൊരു 50% റിട്രേസ്മെൻറ്റ് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ 50% റിട്രേസ്മെൻറ്റ് വരാതെയാണ് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നതെങ്കിൽ തിരിച്ച് മാർക്കറ്റ് ഈ ഇവിടുത്തെ ഇതൊരു ഇനീഷ്യൽ ഇവിടെ നിന്ന് ഫോളോ ചെയ്തിരിക്കുന്നത് ഇനീഷ്യൽ പോയിന്റ് ഓഫ് സപ്ലൈ ആണ്. ഇത് ഹ്യൂജ് സപ്ലൈ നടന്നിരിക്കുന്ന ഏരിയ ആണിത് അല്ലേ. അപ്പം ആ ഹ്യൂജ് സപ്ലൈ നടന്നിരിക്കുന്ന ഏരിയയിൽ പ്രൈസ് മിറ്റിഗേഷൻ ഏരിയ ഒരു 50%ഓളം നടന്നിട്ടില്ലെങ്കിൽ തിരിച്ച് മാർക്കറ്റ് വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, ഈ 50% വരാത്തത് കൊണ്ട് പ്രൈസ് ഇവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും 61%-നും അടുത്ത് പ്രൈസ് വരും. അതാണ് ബെസ്റ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. എ ക്ലാസ് സെറ്റപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ നോക്കാമല്ലോ. വേറെ ഇവിടെ നമ്മൾ 50% മിറ്റിഗേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, എന്നിട്ടാണ് പ്രൈസ് താഴോട്ട് പോരുന്നതെന്ന് വിചാരിക്കുക. ഇഗ്നോർ ദി സെറ്റപ്പ്, മനസ്സിലായോ? ബിക്കോസ് ഇവിടെ നിന്ന് പ്രൈസ് ഫോളോ ചെയ്യുമെന്ന് ആ സമയത്ത് നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. ബിക്കോസ് ഇവിടുത്തെ നമ്മളുടെ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലയിടത്തും നമ്മുടെ ചാനലിൽ ഒത്തിരി കമൻറ്റ്സ് വരുന്നുണ്ട്, എങ്ങനെ നമുക്ക് റിവേഴ്സിൽ നമുക്ക് ഉറപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ ഉറപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇതിൻ്റെ മിറ്റിഗേഷനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്, സോ ഇവിടെ നിന്ന് പ്രൈസ് ഫോളോ ചെയ്ത് താഴോട്ട് വരുവാണ്. അപ്പോൾ താഴോട്ട് വരുന്ന വരവിന് പ്രൈസ് ഈ ഒരു ലെഗിൽ എവിടെയായാലും 50% കറക്ഷൻ മുകളിലേക്ക് കയറി വരുന്നുണ്ടോ, ഇല്ല. ഇവിടെ നിന്ന് ഈ ഒരു റെഡ് ക്യാൻഡിൽ വലുതായി കാണിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു റെഡ് ക്യാൻഡിൽ എന്ത് സംഭവിച്ചു, ഈ ഒരു പർട്ടിക്കുലർ റെഡ് ക്യാൻഡിൽ നമുക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം റിവേഴ്സിൽ വരുന്നുണ്ടോ, ഇതാണ് റെഡ് ക്യാൻഡിൽ, ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് ഈ ക്യാൻഡിൽ താഴോട്ട് പോകുന്നു അല്ലേ. ഇവിടെ വരുന്നു, ഇവിടെ വന്ന ശേഷം ഒരു ചെറിയ ഹൈ ഉണ്ടാക്കുന്നു, വീണ്ടും താഴോട്ട് പോരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നും ഒരു ഇതുമില്ല. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നു, റൈറ്റ്. ഈക്വൽ ഹൈസ് വിൽ ബി ടേക്കൺ. അപ്പോൾ ഇവിടെയും ലോട്ട് ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്. ഹോപ്പ്ഫുള്ളി ഇതും എഞ്ചിനീയർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ താഴെ വേണമെങ്കിലും പ്രൈസ് സ്വീപ്പ് ചെയ്തിട്ട് മേളിലേക്ക് പോകാൻ പറ്റും. സോ ഇവിടുത്തെ ആത്യന്തികമായിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ പർപ്പസ് ഒറിജിനൽ പർപ്പസ് എന്താണ്, പ്രൈസ് താഴോട്ട് പോകാൻ തന്നെയുള്ള പർപ്പസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു മാസീവ് ബിഗ് ബൈയിങ് ക്യാൻഡിൽസ് കാണുമ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കുന്നത്, മാർക്കറ്റ് തിരിച്ച് യൂട്ടേൺ എടുത്തു എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അങ്ങനെ വിചാരിക്കാൻ പാടില്ലാത്തതിൻ്റെ റീസൺ എന്താണ്, ദിസ് ഇനീഷ്യൽ പോയിന്റ് ഓഫ് സപ്ലൈയിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെയാണ് കറക്ഷണൽ മൂവ് വന്നത്. ഇവിടെ മാർക്കറ്റ് കറക്ഷണൽ മൂവ് വന്നോ, ഫിബിൻ്റെ റേഞ്ച് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു ലോ പോയിന്റ് വരെ എടുത്ത് നോക്കുമ്പോഴത്തേനും 50% വന്നോ, ഇല്ല. 50% വരാത്തത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റിൽ വരാത്തത് കൊണ്ട് വെൻ ദ പ്രൈസ് ഈസ് റിവേഴ്സിങ് ബാക്ക് അല്ലേ. ഇങ്ങനെ വരുമ്പോഴത്തേനും ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു കളക്ട് ഓൾ ദ ഓർഡേഴ്സ്. ഇവിടെ ഈ മൂവ്മെൻറ്റ് കണ്ടുകൊണ്ട് പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഓർഡേഴ്സും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ. അപ്പം ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് കയറി വരും. അപ്പം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഇത് പിന്നെ നമ്മളുടെ കറക്ഷൻ നടന്നിട്ടില്ല, കറക്ഷണൽ മൂവ് നടന്നിട്ടില്ല. സോ വി വിൽ ബി പ്ലോട്ടിങ് ഇത് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഇവിടം വരെ നമ്മൾ നോക്കുമ്പോൾ എക്സാക്ട്ലി 50%. നമ്മളുടെ ഈ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഇതിൽ നിന്നാണ് സപ്ലൈ വന്നാക്കുന്നത്, ഈ റെഡ് ക്യാൻഡിൽ നിന്നാണ് സപ്ലൈ വന്നാക്കുന്നത്. അവിടെ നിന്ന് സപ്ലൈ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ രീതിയിലുള്ള അതേ കാൽക്കുലേഷനിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഈ 61% നമുക്കൊരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മളുടെ പോയിന്റിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും എന്തുകൊണ്ടാണ് ഇവിടെ ഇത് ഈ 61% വീണ്ടും വന്നിട്ട് പ്രൈസ് നേരെ താഴേക്ക് പോരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? റീസൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചർ ആണെങ്കിൽ പോലും യു ക്യാൻ സി വൺ മോർ കോൺഫ്ലുവൻസ്. എന്താണിത്, ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ടോ, ആ ഇംബാലൻസ് എക്സാക്ട്ലി അതിനകത്ത് കയറി ടാപ്പ് ചെയ്യുന്നുണ്ട്, കണ്ടോ.
അപ്പോൾ 61% എബോവ് പ്രൈസ് അവിടെ ടാപ്പ് ചെയ്യുന്നതുകൊണ്ട്, അതുപോലെ തന്നെ 61%-ലോട്ട് വരുന്നതുകൊണ്ട്, ബിക്കോസ് നമ്മൾ ഈ 61% കൺസിഡർ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കറക്ഷണൽ മൂവ്മെൻറ്റിൻ്റെ റിട്രേസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് 61% വേണോ വേണ്ടയോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ദെൻ വെൻ യു സീ ഈക്വൽ ഹൈസ് ആർ ക്രിയേറ്റഡ്, ദിസ് വിൽ ബി ടേക്കൺ, യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ബൈ ഫ്രം ഹിയർ, നോ പ്രോബ്ലം, ബട്ട് യുവർ ടാർഗറ്റ് ഈസ് വെരി സ്മോൾ, ദിസ് ഈസ് എ ഹെവിലി ബെയറിഷ് സെനാരിയോ. അപ്പം ഇതിന് മുമ്പിലത്തെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വലിയ ക്യാൻഡിൽസ് കാണുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സ്മോൾ മൂവ്മെൻറ്റ്. 186 പോയിന്റ് മൂവ്മെൻറ്റ് ഉണ്ട്. വാട്ട് ആർ വി ടാർഗറ്റിംഗ്, വാട്ട് ആർ വി എയിമിംഗ് ഫോർ? 50 പോയിന്റ്, 80 പോയിന്റ്, 100 പോയിന്റ്, മാക്സിമം 150 പോയിന്റ്, 200 പോയിന്റ്, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ബെയറിഷ് സെനാരിയോയിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും എന്താണ്, ഒരു മാർക്കറ്റ് ഒരു ദിവസം ഓപ്പൺ ആക്കിയിട്ട്, ഞാൻ പല പ്രാവശ്യം ഞാനത് റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്, അല്ലേ? മാർക്കറ്റ് ഒരു ട്രെൻഡിങ് സെനാരിയോയിൽ വൺ സൈഡ് ഒരു 500 പോയിന്റ് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ 500 പോയിന്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഹാവ് എ പർപ്പസ്, അല്ലേ? എന്തിനാണ് അങ്ങനെ ട്രെൻഡ് ചെയ്തിരിക്കുന്നത്? ദേ ഹാവ് എ പർപ്പസ്. സോ മാർക്കറ്റ് വിൽ കം ബാക്ക് ആൻഡ് കളക്ട് ഓൾ ദ ഓർഡേഴ്സ് അഗെയിൻ. ലോട്ട് ഓഫ് ഫണി മൂവ്മെൻറ്റ്സ്, വോളറ്റൈൽ മൂവ്മെൻറ്റ്സ് വിൽ ബി ദെയർ. അപ്പോൾ ആ മൂവ്മെൻറ്റ്സിനകത്ത് പ്രൈസിൻ്റെ ആത്യന്തികമായി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് വിൽ ബി ക്ലോസിങ് ഇൻ റെഡ്. മനസ്സിലായി? അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നിന്ന് പ്രൈസ് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും ഇവിടുത്തെ ഈ ലെഗിൻ്റെ മൂവ്മെൻറ്റും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ പ്രൈസ് ഇവിടെ നിന്ന് ഇനീഷ്യൽ പോയിന്റ് സപ്ലൈ വന്നു. സോ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു ഇതാണ് വന്നേക്കുന്നത്. സോ 50% വന്നോ ഇല്ലയോ? ഏകദേശം, അല്ലേ? സോ ഇവിടെ നോക്കിയേ, ഏകദേശം 50%. സോറി, ഇത് ഈ ക്യാൻഡിൽ ഇത് കറക്റ്റ് അല്ലേ? സോ ബ്രേക്കപ്പ് സ്ട്രക്ചർ നടക്കുന്നതിന് മുമ്പ് എക്സാക്ട്ലി 50% ഒരു 2 പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. സോ ലീവ് ഇറ്റ്. നൗ ഇവിടെ നിന്ന് പ്രൈസിൻ്റെ സപ്ലൈ എവിടെ നിന്നാണ് തുടങ്ങിയേക്കുന്നത്? ഇവിടെ നിന്നാണ് തുടങ്ങിയേക്കുന്നത്, അല്ലേ? ഇവിടെ നിന്ന് പ്രൈസ് സപ്ലൈ തുടങ്ങി. ഇവിടെ നോക്കി. സോ സംടൈംസ് ദിസ് ഈസ് നോട്ട് വർക്കിംഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഇതെന്ന് പറയുന്നത്. സോ ഇവിടെ എവിടം വരെ വന്നു? ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതുണ്ടോ? ഈ ലോവസ്റ്റ് പോയിന്റിനകത്ത് 61%-ന് മുകളിൽ പ്രൈസ് കയറി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മളുടെ ഇംബാലൻസസ് നോക്കിക്കേ, എവിടെയെല്ലാം വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഇംബാലൻസ് കിടപ്പുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു ഇംബാലൻസ് കിടപ്പുണ്ട്. ഇതാണ് എക്സ്ട്രീം പോയിന്റ് ഓഫ് ഇതെന്ന് പറയുന്നത്. അപ്പം ഈ 2 ഇംബാലൻസ് ഉണ്ട്. ബാക്കിയുള്ള ക്യാൻഡിൽസിനെല്ലാം ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റഡ് മൂവ്മെൻ്റ് ആണ്. ഈവൻ 61%-ൽ ഇവിടെ നോക്കി, 61%-ൽ അവിടുത്തെ പ്രൈസ് ആക്ഷൻ കണ്ടോ? ഇത്. അപ്പോൾ 61%-ന് മുകളിൽ കയറി പ്രൈസ് ടാപ്പ് ചെയ്തേക്കുന്നു. അപ്പം ഇതിൽ നിന്നും എന്താണ് ആക്ച്വലി മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പ്രകാരം ഈ ഒരു മൂവ്മെൻറ്റിലാണെങ്കിൽ പോലും 61%-ഓ മാർക്കറ്റ് വരാവുള്ളൂ, അല്ലേ? പക്ഷേ ഇതിന് മുകളിൽ കയറി പ്രൈസ് ടാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഈ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെവി മൊമെൻറ്റത്തിൽ ഹയസ്റ്റ് ഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? എത്ര പോയിന്റ് ഇവിടെ നിന്ന് ആക്ച്വലി വരുന്നത്? 796 പോയിന്റോളം താഴോട്ട് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത്രയും പോയിന്റ് മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരിച്ച് റിവേഴ്സൽ വരുമ്പോഴത്തേനും മേ ബി 61 അതിന് മുകളിൽ ഏകദേശം എത്തുമ്പോഴത്തേനും ഒരു പ്രീമിയം റേഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. ബിക്കോസ് പ്രൈസ് അതിനുശേഷം എത്ര അതിൻ്റെ 61% വന്നു കഴിഞ്ഞ് ആണെങ്കിൽ പോലും നമുക്കിവിടെ ഏകദേശം ഒരു സെല്ലിംഗ് സെനാരിയോയിലേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തേക്കുന്നത്? അതിനുശേഷം വീണ്ടും പ്രൈസ് താഴോട്ട് പോയി. നമ്മളിവിടെ എവിടെ സെല്ല് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ ഏകദേശം നമുക്ക് ചെറിയ ടാർഗറ്റൊക്കെ കിട്ടും. ഉണ്ട്, 3 പ്രാവശ്യം സെല്ലിംഗ് വരുന്നുണ്ട്. 146 പോയിന്റിൻ്റെ സെല്ലിംഗ് 1 ടൈം 2 ടൈം 3 ടൈം വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ പോലും നമ്മൾ ഓപ്പോസിറ്റാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ പോലും യു ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സിറ്റ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്തു, അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം പ്രൈസ് കൺസോളിഡേറ്റ്, ഈക്വൽ ഹൈസ് ആർ ഫോംഡ് മൾട്ടിപ്പിൾ ടൈംസ്. ഈ ക്യാൻഡിൽസ്റ്റിക്കലോട്ട് മാത്രം നോക്കി, വിക്സ് അങ്ങോട്ട് എന്നിട്ട് ഈ ക്യാൻഡിൽസ്റ്റിക്കെ മാത്രം നോക്കി, ഈക്വൽ ഹൈസ് ആർ ഫോംഡ്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാമല്ലേ? അപ്പം ഈക്വൽ ഹൈസ് ആർ ഫോംഡ്, ദെൻ ഇറ്റ് വിൽ ബി ടേക്കൺ. അപ്പോൾ അടുത്ത മൂവ്മെൻറ്റിന് അത് എക്സോഷൻ ചെയ്യുമ്പോൾ നടത്തി അത് മുഴുവൻ എടുത്തുകൊണ്ട് പോയി. അപ്പം ഇങ്ങനെ മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ സിംഗിൾ ലെഗിലുള്ള ഫോർമേഷൻ ആണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് മാർക്കറ്റ്? ഇതുപോലെ ഈ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു, സംഭവം നേരെ താഴോട്ട്. ഇത്രയും ഹെവി മൂവ്മെൻറ്റിനുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ സോ ദിസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിലാണ്? 13:36. ഇതുണ്ടോ? ഇവിടെ ടൈം നോക്കിയേ, 13:36 ടു
ഈ മൂന്നാമത്തെ ക്യാൻഡിൽ വരുമ്പോഴത്തേനും 13:45 വരെ. അതായത് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ എത്ര സമയമാണ് മാർക്കറ്റ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ ഒരു റേഞ്ചിങ് എൻവയൺമെൻറ്റ് ഇവിടെ വന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 9:45, 9:45, 9:57 ഇതുണ്ട്. ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ തൊട്ടാണ് വരുന്നത് 9:30 തൊട്ട് 9:57 വരെ. അപ്പോൾ ഇവിടെ റേഞ്ചിങ് എൻവയൺമെൻറ്റ് വരികയും ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഒരു അനലൈസിസ് നമ്മളിവിടെ നോക്കി കഴിയുമ്പോഴത്തേനും ഇവിടുത്തെ ഈ റേഞ്ചിങ് എൻവയൺമെൻറ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ വരുമ്പോഴത്തേനും അതിൻ്റെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. തന്നെ നമ്മൾ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഷോർട്ടിങ് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വോളിയം വരുന്നതിൻ്റെ കാര്യം. അപ്പം ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോൾ നമുക്ക് ഡിസിഷനിലാണ്. ബിക്കോസ് ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൻ്റെ ആ ഒരു കൺസോൾട്ടേഷൻ ആണോ അതോ സിംഗിൾ സ്വീപ്പിലുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ആണോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്, അതായത് സെല്ലിങ്ങിലേക്ക് പോകണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് എൻട്രീസ് ഒക്കെ മിസ്സാവും, എങ്കിൽ പോലും സാരമില്ല. ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പം മോസ്റ്റ്ലി നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്യേണ്ട സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിബ് റേഞ്ച് വെച്ചിട്ട് വരച്ച് നോക്കുക. 50% മിറ്റിഗേഷൻ വരാതെ മൂവ്മെൻറ്റിനകത്ത് തിരിച്ച് റിവേഴ്സിൽ വരുമ്പോൾ എത്ര പ്രാവശ്യം നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്ന്. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ നമ്മളുടെ ഈ മിറ്റിഗേഷൻ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഒരു വലിയൊരു ഹ്യൂജ് ഫ്ലക്ച്വേഷൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നിന്ന് പ്രൈസ് നേരെ ഫോൾ ചെയ്യുകയാണ് അല്ലേ. വീണ്ടും ഒരു മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് മുകളിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. താഴോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് ഫിബ് റേഞ്ച് വരച്ച് നോക്കുമ്പോൾ ഈ റെഡ് ക്യാൻഡിലയിലാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ. ഇതിലാണ് തുടങ്ങുന്നത്. അവിടെ നേരെ താഴോട്ട് ഇങ്ങനെ വന്ന് ഇവിടാണ് ലോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും 50% മിറ്റിഗേറ്റ് ചെയ്തു. 50% മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് സൈഡിലേക്ക് റിവേഴ്സിൽ പിന്നീട് വരുന്ന മൂവ്മെൻറ്റിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ പ്രൈസ് ഇവിടെ മിറ്റിഗേഷൻ ചെയ്തതിന് ശേഷം പ്രൈസ് ഇവിടെ അതിന് ശേഷം ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് നേരെ മുകളിലോട്ട് വന്നില്ല. വേറെ ഇത് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 50% മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഏരിയ നോക്കരുത്. 61% ഇവിടെ വരുമ്പോഴത്തേനും പ്രൈസ് റിവേഴ്സ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അവിടെ ചിലപ്പോൾ പ്രൈസ് ഹോൾഡ് ചെയ്യത്തില്ല. ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു, അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. അപ്പോൾ ഇതാണ് അടുത്ത സപ്ലൈ തുടങ്ങുന്നത്. ഈ സപ്ലൈ തുടങ്ങുന്ന നേരെ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇതായിരുന്നു ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈ എടുത്തു. നമ്മളിതിനെ ഒരു ലിറ്റിൽ ഹൈ എന്ന് പറയാം. ഈ ലിറ്റിൽ ഹൈ 50%-ൻ്റെ അടുത്ത് വന്നോ? ഇല്ല. നമ്മളത് ലീവ് ചെയ്യുന്നു. വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നു. അപ്പോൾ 50% വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നേരെ പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ 50% വന്നോ? ഇല്ല അല്ലേ. വീണ്ടും പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെയാണ് ഈ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം പ്രൈസ് 50% മിറ്റിഗേഷൻ വന്നു അല്ലേ. നമുക്ക് ഇവിടെ റിവേഴ്സ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ സ്ട്രക്ചറിൻ്റെ ഇത് താഴോട്ട് വന്നു. ഇവിടെ 50% വന്നില്ല. അപ്പോൾ ഇവിടം തൊട്ട് നമ്മൾ നോക്കുവാണ് താഴോട്ട്. അപ്പോൾ ഇവിടെ ഒന്നും ഇൻ ബിറ്റ്വീൻ നമുക്ക് വരുന്നില്ല 50%. അപ്പോൾ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്തു. ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഫുൾ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്തിൽ നോക്കുമ്പോഴത്തേനും ഇവിടെ മിറ്റിഗേഷൻ വരാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഒറിജിനൽ പോയിന്റ് ഇവിടെ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മിറ്റിഗേഷൻ വന്നെങ്കിൽ അതിൻ്റെ താഴെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സപ്പോസ് അപ്പോൾ ഇവിടെ വന്നു മിറ്റിഗേഷൻ വന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെ വന്ന് അതായത് പ്രൈസ് ഇവിടെ ഈ ക്യാൻഡിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ ടച്ച് ചെയ്തിട്ട് നേരെ താഴോട്ട് വരുവാണെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വന്നിരിക്കുന്ന ക്യാൻഡിൽ അവിടെ തൊട്ട് നമ്മൾ ഈ ലോ ക്രിയേറ്റ് ചെയ്യുന്നോടം വരെ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ ലോ ക്രിയേറ്റ് ചെയ്യുന്നോടം വരെ അങ്ങനെയാണെങ്കിൽ ഇത് 50% മിറ്റിഗേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഈ കേസിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഇത് 50% ഇവിടെ തൊട്ട് ഇനീഷ്യൽ ഫോളിൽ ഇവിടുന്ന് തിരിച്ചു വരുമ്പം ഇത് 50% വരുന്നില്ല. നമ്മളുടെ ഇനീഷ്യൽ പോയിന്റ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ ഇതുണ്ട്. അതിനുശേഷം വീണ്ടും പ്രൈസ് താഴോട്ട് വന്നു. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ എത്ര വന്നു? ഈ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 50% ടച്ച് ചെയ്യാൻ വന്നോ? ഇല്ല. എക്സാക്ട്ലി 50% ടച്ച് ചെയ്യണം. അതിനുശേഷം പ്രൈസ് വരാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ അടുത്ത ലോയിൽ നോക്കുന്നു. അപ്പോൾ അടുത്ത ലോയിൽ നോക്കുമ്പോൾ ഇവിടെ വീണ്ടും പ്രൈസ് ടച്ച് ചെയ്തു. 50% വീണ്ടും വന്ന് ഈ ടച്ച് ചെയ്യുന്ന അവിടെ തൊട്ടാണ് പിന്നെ നോക്കുന്നത് 50% വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ ടച്ച് ചെയ്താക്കുന്നല്ല നമ്മൾ നോക്കുന്ന അന്നേരം. ഇവിടെ ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ്. ദെൻ ആഫ്റ്റർ ക്രിയേറ്റിംഗ് ദ ലോ whether the market is reversing back to touch the 50% or not. This is the concept. ഓക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അല്ലേ പുതിയ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫ്രഷ് ആയിട്ട് വീണ്ടും 50% ഇവിടെ ഒന്നും 50% വരാത്തത് കൊണ്ട് ഇവിടെ വന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ 50% വന്ന് ടച്ച് ചെയ്തു അല്ലേ. ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നീടുള്ള റിവേഴ്സൽ എന്ന് പറയുന്നത് യു കനോട്ട് എക്സ്പെക്ട് 61%-ൻ്റെ മുകളിൽ അത് റിവേഴ്സൽ ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവിടുത്തെ മൊമെൻറ്റം കണ്ടോ എങ്ങനെ വരുന്നതെന്നുള്ളത്. ഇവിടുത്തെ സെറ്റപ്പ് അതിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിബിൻ്റെ എക്സാക്റ്റ് കാൽക്കുലേഷനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു പിന്നെ പ്രൈസ് വാല്യുവേഷൻ എങ്ങനെയാണ് ഫിബിൻ്റെ റേഞ്ചിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ എന്താണ് നിങ്ങൾ ഓരോരുത്തരും ഇത് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ കേട്ട് വിശ്വസിക്കുക എന്നുള്ളതല്ല, അത് എത്രമാത്രം സ്ട്രക്ചർ വെച്ച് നോക്കുമ്പം പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പം ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു സെനാരിയോ ഇവിടെ കാണിച്ചു, ഒരു സെനാരിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം. ബിക്കോസ് ഇത് 47 മിനിറ്റോളമായി ഇപ്പം ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്ട്രക്ചറിൻ്റെ 61% നമ്മൾ സെൽ ഓഫിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ കിട്ടുമോ? ഇല്ല, അത് 100% പോയി. സോ ലെറ്റ് ഇറ്റ് ഗോ, അത് പോയി. അതിനുശേഷം പ്രൈസ് നെക്സ്റ്റ് മൂവ്മെൻറ്റിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ വന്ന് പ്രൈസ് ഇവിടെ നിന്ന് തുടങ്ങി. ഈ ഒരു ഇനീഷ്യൽ സപ്ലൈ ഇവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്, ഈ ഇതില്ല. അപ്പം ഈ ക്യാൻഡിൽ 50% മിറ്റിഗേറ്റ് ചെയ്തു അല്ലേ. അതിനുശേഷം ഈ ക്യാൻഡിലിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ ക്യാൻഡിൽ വന്നപ്പോഴത്തേനും അതും 50% മിറ്റിഗേറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത ഇതിൻ്റെ ഈ ഹൈ ആണ് അടുത്തത് എന്ന് പറയുന്നത് അല്ലേ. അവിടെ നിന്നാണ് ഇനീഷ്യൽ സപ്ലൈ തുടങ്ങുന്നത്. അവിടെ നേരെ താഴോട്ട് വരുമ്പോഴത്തേന് ഇവിടെയാണ് ലോ ക്രിയേറ്റ് ചെയ്തത്, അവിടെയും 50% ഇത് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ റേഞ്ച് താഴോട്ട് കൊണ്ടുവരുന്നു. അടുത്ത ഹൈ ഈ സപ്ലൈ തുടങ്ങിയേക്കുന്നത് ഈ റെഡ് ക്യാൻഡിലാണ്. അവിടെ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേനും എവിടെ വന്നാക്കുന്നു, ഈ ലോ വന്നു കഴിയുമ്പോഴത്തേനും 50% വന്നില്ല, ഈ ലോ വരുന്നു. ആ ലോ വന്നതിന് ശേഷം 51 വന്നു, 61% വന്നു, റിവേഴ്സ് ചെയ്തു മാർക്കറ്റ് അല്ലേ. എക്സാക്ട്ലി 51 റിവേഴ്സ് ചെയ്ത് നമ്മൾ നോക്കുന്നത് ലോവർ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന മാർക്കറ്റിനകത്ത് റിവേഴ്സൽ സൈന് 61% നമുക്ക് ഷോർട്ട് അടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 61% മുകളിൽ ടാപ്പ് ചെയ്തേക്കുന്നു അല്ലേ. അപ്പം ആ വന്നിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മിറ്റിഗേറ്റഡ്. അപ്പോൾ നമുക്കറിയത്തില്ല ഇവിടെ എത്രമാത്രം ഇത് വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിനെ ബേസ് ചെയ്തും ലിക്വിഡിറ്റിയെ ബേസ് ചെയ്തും ഡിസിഷൻ ഫ്രെയിം ചെയ്യുമ്പോൾ വെദർ ദിസ് 61% വിൽ സപ്പോർട്ട് ഓർ നോട്ട് ഫോർ എ ഷോർട്ടിംഗ് സൈഡ്, അതല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ വീണ്ടും നമ്മൾ താഴോട്ട് വരുന്നു. താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ കംപ്ലീറ്റ്ലി ഓവറായല്ലോ. അപ്പോൾ ഇവിടെ ഓവറായി ഇവിടുത്തെ മിറ്റിഗേഷൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അടുത്ത സെല്ലിങ് വരുന്നത് എവിടെ നിന്നാണ്? ഈ റെഡ് ക്യാൻഡിലാണ് അല്ലേ, ലാസ്റ്റ് സെല്ലിങ് ക്യാൻഡിൽ വരുന്നത്. ആ റെഡ് ക്യാൻഡിലിൽ നിന്ന് എവിടം വരെയുണ്ട് മാർക്കറ്റ് വരുന്നത്? ഇവിടം വരെ വരുന്നുണ്ട്. സോ 50% എഗെയിൻ മിറ്റിഗേറ്റഡ് അല്ലേ. വീണ്ടും പ്രൈസ് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്, താഴോട്ട് വരികയാണ്. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ വീണ്ടും 50% ഇത് നെക്സ്റ്റ് ഡേയുടെ ഓപ്പണിംഗ് മാർക്കറ്റാണ് അല്ലേ, അവിടെയും മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മളുടെ പോയിന്റ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ക്യാൻഡിലാണ്, ഈ റെഡ് ക്യാൻഡിലാണ്. അവിടെ നിന്ന് പ്രൈസ് നേരെ താഴോട്ട് പോകുന്നു. താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും 100% ലിക്വിഡേറ്റഡ്. സോ റിവേഴ്സൽ പോയിന്റ് നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് ഏകദേശം പിടികിട്ടി. 100% ഇവിടെ ലിക്വിഡേഷൻ വരുന്നു, സപ്പോർട്ട് വരുന്നു, പ്രൈസ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കിവിടെ ഈ 61% പ്രൈസ് വന്ന് റിവേഴ്സ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഫസ്റ്റ് മൂവ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രൈസ് ഒന്നും കൂടെ പറഞ്ഞിട്ട് നമ്മൾ നിർത്താം. ഓക്കെ, പ്രൈസ് ഇങ്ങനെ വരുന്നു. ദിസ് ഈസ് എ ഫസ്റ്റ് മൂവ്മെൻറ്റ് 50%. സോ ഫസ്റ്റ് മൂവ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ലോയ്ക്ക് വരുമ്പോഴത്തേനും 50% ഇവിടെ 61% വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ. ഇത് 50% വന്നോ? ഇല്ല. സോ 61% റിവേഴ്സിൽ വരുമ്പോഴത്തേനും ഇറ്റ് വിൽ റെസ്പെക്റ്റ് ഫിനിഷ്. അതാണ് കാര്യം. അപ്പോൾ നമുക്ക് കുറേ ബാഡ് എൻട്രീസ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് വരും 61% വരുമ്പോഴത്തേനും. സോ ഇതാണെങ്കിൽ പറ്റും. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഫിബ് റേഞ്ചും കൂടെ വരച്ച് കാണിക്കാം. സോ ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ഫസ്റ്റ് ലെഗിൽ ഇവിടെ വന്നിട്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും 50% വന്നോ? ഇല്ല. സോ സെക്കൻഡ് ഇവിടെ വരാത്തതുകൊണ്ട് നമ്മളിത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നു? പ്രൈസ് ഇങ്ങനെ വരുന്നു, മുകളിലേക്ക് വരുന്നു. അപ്പം മോസ്റ്റ് പ്രോബബ്ലി പ്രൈസ് ഇവിടം വരെ വന്നിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ കൂടുതലാണ് ഇൻ ദ സെൻസ് ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? ഇവിടെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ സ്ട്രക്ചറും കൂടെ വേണം. അതായത് ഈക്വൽ ഹൈസ് വിൽ ബി ഫോംഡ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ ഈക്വൽ ഹൈസ് വിൽ ബി ഫോംഡ്, ലിക്വിഡിറ്റി ഈസ് ക്രിയേറ്റഡ്, ദിസ് വിൽ കം ആൻഡ് കളക്ട് ആൻഡ് ടാർഗറ്റ് ദിസ് ലോ ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി ബ്രേക്ക്. പിടിയോ? സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദിസ് ഈസ് കോൾഡ് ലിക്വിഡിറ്റി. QUI. സ്പെല്ലിംഗ് ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കമൻസിൽ എഴുതിയാൽ മതി കേട്ടോ. സ്പെല്ലിംഗ് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയെങ്കിലും ഒരു കമൻറ്റ് വരട്ടെ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഈക്വൽ ഹൈസ് വിൽ ബി ഫോംഡ്, ദെൻ ഈക്വൽ ഹൈസ് വിൽ ബി ടാർഗറ്റഡ് ബിക്കോസ് ദിസ് നമ്മളുടെ ഈ ഒരു കറക്ഷണൽ മൂവ്മെൻറ്റിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിൽ 50% ഇത് കറക്ഷണൽ മൂവ്മെൻറ്റ് വരാത്തത് കൊണ്ടും എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് റിവേഴ്സ് വരുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ഹോൾഡ് 50%, വെറാസ് ഇറ്റ് വിൽ ടാർഗറ്റ് എബവ് 61%. That is the structure of market. Then you are seeing liquidity here. It is a liquidity breakout.
ഓക്കെ. ലിക്വിഡിറ്റി ബ്രേക്ക് ഔട്ട് ഇൻ ദ സെൻസ് ലിക്വിഡിറ്റി ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം പ്രൈസ് 61% പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു വിൽ ബി സ്റ്റാൻഡിങ് ഇൻ എ പ്രീമിയം ഏരിയ ഫോർ സെല്ലിംഗ് ബിക്കോസ് ഇറ്റ് ഇസ് എ സെല്ലിംഗ് ബെയറിഷ് സ്ട്രക്ചർ. കംപ്ലീറ്റ്ലി ബെയറിഷ് സ്ട്രക്ചറാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ മാപ്പ് ഔട്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ മാപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കനോട്ട് ട്രേഡ്. ബിക്കോസ് ഏതെല്ലാം സ്ട്രക്ചറിൽ ഏതെല്ലാം റിവേഴ്സ് ചെയ്യും, എവിടെ വെച്ച് മാർക്കറ്റ് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് അതിനകത്തെ കാര്യം. ഇറ്റ് ഈസ് ബേസ്ഡ് മാർക്കറ്റിൽ പ്രൈസിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ് ഈസ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പ്രൈസിങ്ങിൻ്റെ സ്ട്രക്ചർ പ്ലസ് വാല്യുവേഷൻ ആണ് അല്ലേ. ഞാനിപ്പോഴും പറയാറുള്ള പോലെ തന്നെ വാല്യുവേഷനെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പ്രൈസിങ് വാല്യുവേഷനെ ബേസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ചസ്, it will be creating liquidity on both sides of the swing highs and swing lows. This will be targeted. So when it is targeted and it is cleared off, masses are cleared off from this movement, നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത് മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് ഇല്ലാതെയാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ 61% ഈസ് എ ബെറ്റർ പ്രൈസിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സിമ്പിൾ അല്ലേ, കോമൺ സെൻസ് ആണല്ലോ അത്. ബിക്കോസ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫിബ് റേഞ്ച് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമുക്ക് ഈ ചാർട്ടിൽ എവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും 61, 50, 50 ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് നോ ഹൗ ടു പ്ലോട്ട് ദിസ് ഫിബ്. ഇതാണ് ഇന്നത്തെ കാര്യം. പക്ഷേ ഇത് മാത്രമല്ല, ഇനി കുറേ അധികം കൺഫർമേഷൻസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻസുകൾ എഴുതാൻ മറക്കരുത്. 4000, 5000 വ്യൂസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു വാക്ക് കമൻറ്റ് പോലും എഴുതാൻ മടിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എനർജി പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക. ഞാനും നിങ്ങളുടെ ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ ലെക്ചർ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.